നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. ഈ PM ശ്രീ പദ്ധതിയിൽ നിന്ന നിൽപ്പിലായിരുന്നു പിണറായി വിജയൻ പ്ലേറ്റ് മാറ്റിയത്. അതായത് നിലപാടുകളെല്ലാം എട്ടായി മടക്കി പോക്കറ്റിൽ വെച്ചുകൊണ്ട് ഒരു കരാർ ഒപ്പുവെക്കലായിരുന്നു. പ്രത്യേകിച്ച് അതിൽ ഇന്നിപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ മന്ത്രിസഭയിലെ ചില മന്ത്രിമാർ പോലും ഇങ്ങനെ ഒരു പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പുവെക്കുന്നത് അറിഞ്ഞില്ല എന്നുള്ളതാണ്. പറയുന്ന പോലെ തന്നെ ശിവൻകുട്ടിയെ മുന്നിൽ നിർത്തി ഒരു കളി പിണറായി പിന്നാമ്പുറത്ത് നിന്ന് കളിച്ചു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. SFIക്കും DYFIക്കും ഒക്കെ ഇപ്പോൾ വായിൽ പിരിവെട്ടി നിൽക്കുകയാണ്. ഒരക്ഷരം ഈ വിഷയത്തിൽ മിണ്ടാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ വരെ ഇവർ പറഞ്ഞിരുന്നത് ഈ പദ്ധതി ഒരു കാരണവശാലും കേരളത്തിൽ നടപ്പാക്കില്ല എന്നായിരുന്നു. എന്നാൽ അവരുടെ തന്നെ പാർട്ടി ഇന്നിപ്പോൾ കേരളത്തിൽ ആ പദ്ധതി നടപ്പാക്കിയിരിക്കുകയാണ്. ഇതിൽ ചില രാഷ്ട്രീയ അജണ്ടകൾ ഇതിന് പിന്നിലുണ്ട് എന്നാണ് പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ. പ്രത്യേകിച്ച് പിണറായി വിജയന്റെ കുടുംബവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ അവരുടെ ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ടും ചില CPM നേതാക്കളുടെ ബിസിനസ് സംരംഭങ്ങളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ഒപ്പുവയ്ക്കലാണ് PM ശ്രീയിൽ നടന്നത് എന്നുള്ളൊരു വിവാദം പുകഞ്ഞു പുറത്തേക്ക് വരുന്നുണ്ട്. സോഷ്യൽ മീഡിയയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ പല ആൾക്കാരും ഈ വിഷയത്തിൽ കൃത്യമായ അവരുടെ നിലപാടുകൾ പങ്കുവയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് എയിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില വിവാദങ്ങൾ ഇപ്പോൾ മറനീക്കി പുറത്തേക്ക് വരുന്നു. കഴിഞ്ഞ കുറേ കാലങ്ങളായി എയിംസ് എവിടെ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ കടിപിടിയാണ് ഇവിടെ നടന്നുകൊണ്ടിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിന് തീരുമാനമുണ്ടായിരിക്കുന്നു. കിനാലൂരിൽ എയിംസ് വരാൻ പോകുകയാണ്. അതിനുശേഷമാണ് PM ശ്രീയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കരാർ ഒപ്പുവെക്കലും കാര്യങ്ങളും എല്ലാം നടന്നിരിക്കുന്നത്. എന്താണ് ഇതിൽ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നത്? പിണറായി കൃത്യമായി ഇറങ്ങി കളിക്കുകയല്ലേ? ഋഷഭ, ഇതിൽ എനിക്ക് പാവം തോന്നുന്നത് ആദ്യമേ പറയാമല്ലോ സുരേഷ് ഗോപിയോടാണ്. കാരണം ഇനി താടി പഠിക്കുമോ മുടി വെട്ടുമോ എന്നുള്ളതാണ് ഇനിയിപ്പോൾ അറിയേണ്ടിയിരിക്കുന്നത്. ഇനി ആ സ്ഥാനം തന്നെ രാജിവെക്കുമോ? അദ്ദേഹത്തിന് ആ സ്ഥാനം വേണ്ടേ? ആരെങ്കിലും എടുത്തുകൊണ്ടൊന്ന് പോയി, എനിക്ക് പഴയ അഭിനയമൊക്കെ മതിയെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആൾ. അതെന്തായാലും അവിടെ നിൽക്കട്ടെ, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ ചെയ്യും. ഏതായാലും ഇപ്പോൾ നമ്മൾ PM ശ്രീ പദ്ധതിയിൽ ഒരു കാലത്തും കേരളം ഒപ്പുവെക്കില്ല എന്ന്, പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റുകാർ ഭരിക്കുന്ന ഈ ഒരു കേരളത്തിൽ ഒപ്പുവെക്കില്ല എന്ന് പറഞ്ഞെടുത്താണ് ഒറ്റ രാത്രി കൊണ്ട് മറിമായം സംഭവിച്ചത്. എന്നാൽ ഇത് ഒരു രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. ഇവിടുന്ന് ഡൽഹിയിലേക്കുള്ള ഒരു പോക്ക്, പല നൂലാമാലകളും, എന്താണ് പിണറായി അമിത്ഷായെ പോയി കണ്ടത്, എന്താണ് അവരുടെ ഒരു രഹസ്യ ചർച്ചകൾ എന്ന് പല മാധ്യമങ്ങളും ഡിജിറ്റൽ മീഡിയ അടക്കം നിരവധി രീതിയിലാണ് വിട്ടത്. ഒരുപക്ഷെ മകൻ്റെ കേസ് ഒതുക്കാനാണോ, ഇനി മകളുടെ കേസ് ഒതുക്കാനോ? നിരവധി കേസുകൾ അദ്ദേഹത്തിനുണ്ടല്ലോ, മാസപ്പടി, ലാവ്ലിൻ എന്ന് വേണ്ട നിരവധി കേസുകൾ ഇങ്ങനെ കൂണു പോലെ ഓരോന്നും മുളച്ച് പൊന്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ഒതുക്കി തീർക്കാൻ, വരുന്ന തെരഞ്ഞെടുപ്പിനെ ഒന്ന് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടാണോ എന്നാണ് നമ്മൾ കരുതിയിരുന്നത്. പക്ഷേ അവിടെയൊന്നും അല്ല പിടുത്തം എന്നുള്ളത് ചില സൂചനകളിലൂടെ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. ഇതിൽ എനിക്ക് CPIയുടെ നിലപാടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ PM ശ്രീ പദ്ധതി 2020 തുടങ്ങി 2022 മുതൽ 27 വരെയുള്ള ഈ പദ്ധതിയിൽ 22 മുതൽ 25 വരെയും അവർക്ക് മിണ്ടാട്ടമില്ലായിരുന്നു. അതുവരെ PM ശ്രീ എന്ന് പറയുന്നത് എന്തോ RSSന്റെ വലിയ അജണ്ട, കാവ്യവൽക്കരണം, വർഗീയത ഇന്നൊക്കെ വിളിച്ചു കൂവിയ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, പ്രത്യേകിച്ച് മിനിസ്റ്റർ ശിവൻകുട്ടി, ഇപ്പോൾ ആ കാവ്യവൽക്കരിക്കാൻ നയങ്ങളൊക്കെ ഞങ്ങൾ മാറ്റാൻ തയ്യാറാണ് എന്ന് ഈ അവസാന സമയം, അതായത് 2 തെരഞ്ഞെടുപ്പുകൾ വരുന്നതിന്, ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് 6 മാസം പോലും ഇല്ല, ഈ ഒരു സന്ദർഭത്തിൽ ഇവർ ഈ ഒരു കാവ്യവൽക്കരണം നടത്തണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിക്കൂ. ചില സൂചനകൾ വരുന്നുണ്ട്. ഇനി ഈ 6 മാസമേ ഉള്ളൂ. CPIക്ക് ഇതിലൊന്നും ചെയ്യാൻ പറ്റില്ല. ഇതിൽ പ്രധാനപ്പെട്ട CPMനകത്തുള്ള ചില യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പോലും ഇനിയൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം 6 മാസം എന്ന് പറഞ്ഞാൽ ക്രൂഷ്യൽ ടൈമാണ്. ഇതിനിടയിൽ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് പാർട്ടിയെ ബാധിക്കാൻ സാധ്യതയുണ്ട്. കാരണം CPIക്കും അതറിയാം, CPMലുള്ള നേതാക്കന്മാർക്കും അതറിയാം. ഇത്തരത്തിൽ ഇനി പിണറായിക്ക് ഇട്ടുപണിതാലും, ഇനി പിണറായിക്കെതിരെ ഇനി പ്രതിഷേധം നടത്തിയാലും, എന്തെങ്കിലും തിരിഞ്ഞാൽ പോലും ഇത് സംഭവിക്കുന്നത്, ഇത് ബാധിക്കുന്നത് പാർട്ടിയായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ന് CPI ബിനോയ് വിശ്വത്തിൻ്റെ ഇന്നലത്തെ ഒരു നിലപാടല്ല ഇന്ന് നമ്മൾ കണ്ടത്. ശിവൻകുട്ടിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ബിനോയ് വിശ്വത്തിൻ്റെ നിലപാടാണ് നമ്മൾ കണ്ടത്. ഈ നിലപാട് മാറ്റക്കാരനെ കഴിഞ്ഞ കൊല്ലം ജില്ലയിൽ നടന്ന സമ്മേളനത്തെ തൂത്തുവാരി സ്വന്തം അണികൾ തന്നെ എറിയുന്നത് നമ്മൾ കണ്ടതാണ്. CPMൻ്റെ ഒരു B ടീമാണ് CPI എന്നുള്ളത്, ഒരു തിരുത്തൽ പാർട്ടിയാണ് CPI എന്ന് പറഞ്ഞുകൊണ്ടിരുന്നിടത്ത് വെറും ഒരു B ടീം, അതായത് പിണറായിയുടെ ചേല മാന്തി, ചേല പൊക്കി, അല്ലെങ്കിൽ ചേലയുടെ പുറകെ വെറും ഒരു പട്ടിഷോ മാത്രമാണ് CPI എന്നുള്ളത് പറയാതെ പറയുന്ന, പരസ്യമായ രഹസ്യമാക്കിയ അണികൾ പറഞ്ഞു കഴിഞ്ഞു. ബിനോയ് വിശ്വത്തിനെതിരെ വിമർശനങ്ങളായിരുന്നു അവിടെ ആ സമ്മേളനത്തിൽ ഉയർന്നത്. അപ്പോൾ തന്നെ ബിനോയ്ക്ക് അറിയാം, ഇനി ഇത്തരത്തിൽ ഈ ഒരു PM ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞാൻ ഇനി മാറി നിന്നാൽ ഒരു പക്ഷേ എല്ലാവരും കൂടെ ചേർന്ന് എന്നെ പഞ്ഞിക്കിടും എന്നുള്ളത് കൃത്യമായിട്ട് അദ്ദേഹത്തിന് അറിയാം. അതുകൊണ്ടാണ് ഇന്നലെ ഘോരമായി പറഞ്ഞത്, ഞങ്ങളുടെ നിലപാട് ഇതാണ്, ഇതെന്താണ് CPM കാണിച്ചത്, ഞങ്ങളോടൊന്നും ചോദിച്ചു
ഞങ്ങൾ മാധ്യമങ്ങൾ വഴിയാണ് അറിഞ്ഞത്. അപ്പം നമ്മളൊക്കെ വിചാരിച്ചു എന്തോ ബിനോയ് വിശ്വം വന്നങ്ങ് CPIയിൽ അങ്ങ് ഒലത്തുമെന്ന്. പക്ഷേ ഇതിനകത്തുള്ളവർ തന്നെ ഇന്നലെ കമൻറ്റുകൾ വായിച്ചാൽ ഒന്നും ഒലത്താൻ പോകുന്നില്ല. അതാണ് ഇന്ന് സംഭവിച്ചത്. ശിവൻകുട്ടി ചെന്ന് കണ്ടു ഒരു 10-15 മിനിറ്റത്തെ ചർച്ചയിൽ ബിനോയ് വീണു എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ വീഴ്ത്തി എന്ന് തന്നെ പറയാം, അല്ലെങ്കിൽ ഇനി ഒന്നും സംഭവിക്കാനില്ല. കാരണം ഇനി CPIക്ക് ഒന്നും ചെയ്യാനില്ല. 6 മാസമേ ഉള്ളൂ ഇനി തെരഞ്ഞെടുപ്പ്. കൂടെ നിന്നില്ലെങ്കിൽ CPIയുടെ അടിവേര് പോവും. കാരണം CPMൻ്റെ കൂടെ നിൽക്കാതെ കോൺഗ്രസിലോട്ട് ചാന ചിലപ്പോൾ ഇവിടെ പുല്ലിൻ്റെ വിലയും കിട്ടത്തില്ല, മറ്റേടത്ത് പട്ടിയുടെ വിലയും കിട്ടാത്ത ഒരവസ്ഥയിലേക്ക് പോകും. അത് ഒരു പക്ഷേ CPIക്ക് അറിയാം. അത് ഇനി ഒരു ധാരണയുടെ പുറത്ത്, അല്ലെങ്കിൽ ഈ RSS കാവ്യവൽക്കരണം പാഠ്യപദ്ധതിയിൽ ഏർപ്പെടുത്തത്തില്ല എന്നുള്ള ധാരണ പൊതുമധ്യത്തിൽ കാണിച്ചുകൊണ്ടായിരിക്കും ഇനി അടുത്ത തിങ്കളാഴ്ച വരുന്ന ഇതിൽ ജനങ്ങളെ അറിയിക്കുന്നത്. ഇതൊന്നുമല്ല, ഇതിന് മുമ്പ് സുരേന്ദ്രൻ ഇപ്പോൾ ഒരു അടി കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ സവർക്കറുടെ പാഠ്യഭാഗവും കൊണ്ടുവരും, ഹെഡ്ഗേവാറുടെ പാഠ്യഭാഗവും കൊണ്ടുവരും, ഞങ്ങൾ എന്തും കൊണ്ടുവരും, പഠിപ്പിക്കും ഞങ്ങൾ എന്നുള്ളത്. അത് സുരേന്ദ്രന്റെ വീട്ടിൽ കൊണ്ട് പഠിപ്പിച്ചാൽ കേരളത്തിലെ ജനങ്ങൾക്ക് അത് വേറൊരു കാര്യമുണ്ട്. അത് ഈ പറയുന്നത് പോലെ BJPയുടെ വീട്ടിൽ കൊണ്ടുവച്ച് ആരാന്ന് വെച്ചാൽ പഠിപ്പിച്ചാൽ മതി. അത് ഇവിടുത്തെ പ്രത്യേകിച്ച് മലയാളികളുടെ ബീഹാറിൽ നടക്കും, അല്ലെങ്കിൽ മറ്റെവിടെങ്കിലുമൊക്കെ നടക്കും, അല്ലെങ്കിൽ ഗുജറാത്തിൽ നടക്കും, ഉത്തരേന്ത്യയിലെല്ലാം നടക്കും. പക്ഷേ അത് കേരളീയ മലയാളികളുടെ ഇടയിൽ നടക്കില്ല എന്നുള്ളത് ഇപ്പോഴും മനസ്സിലാവാത്ത BJP നേതാവാണ് അദ്ദേഹം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാൻ, സംഭൂജനായിട്ടിരിക്കുന്നത് തന്നെ. അപ്പോൾ അതെന്തായാലും ഇവിടെ നടക്കത്തില്ല, അതവിടെ നിൽക്കട്ടെ. പക്ഷെ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ ഈ കൊടുംചതി മലയാളികളോട് ചെയ്തത്, അല്ലെങ്കിൽ ഇവിടുത്തെ കുട്ടികളോട് ചെയ്തത്, SFI പ്രവർത്തകരോട് ചെയ്തത് എന്നുള്ളതാണ് ചിരി. അപ്പോൾ എല്ലാവരും ചിന്തിക്കുന്നു ഇനി സ്വന്തം കുടുംബത്തെ രക്ഷപ്പെടുത്താൻ. അതെ, അവിടെ ഒരു ചില കാര്യമുണ്ട്. അതാണ് ഇന്ന് നമ്മൾ മാതൃഭൂമിയിലാണ് ഞാൻ ആദ്യമായിട്ട് ആ ന്യൂസ് കണ്ടത്. കിനാലൂരിൽ എയിംസ് വരുന്നു എന്നുള്ളത് നിരവധി പേര് പറഞ്ഞു. ആലപ്പുഴ വരുന്നു, കണ്ണൂർ വരുന്നു, പിന്നെന്താ തിരുവനന്തപുരത്ത് വരുന്നു, എറണാകുളത്ത് വരുന്നു, ഇനി എല്ലാ ജില്ലകളിലും വരുന്നു എന്ന് പറഞ്ഞെടുത്ത് ഇപ്പോൾ കിനാലൂരിൽ വരുന്നു എന്നുള്ളത്. കിനാലൂരിൽ ഇപ്പോൾ KSIDCയുടെ ഇതിൽ പ്രകാരം 150 ഏക്കർ ഭൂമി ഏറ്റെടുക്കുകയും 250 ഏക്കർ ഭൂമിയാണ് സർക്കാർ നീക്കി വെച്ചിരിക്കുന്നത്. അത് KSIDCയുടെ 150 ഏക്കർ എടുത്തു. ഇനി 100 ഏക്കർ ഭൂമി എടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സർക്കാർ. അതായത് ഏകദേശം തയ്യാറെടുപ്പുകൾ നടത്തി കഴിഞ്ഞു. അപ്പോൾ ഇതിൽ ചില സൂചനകൾ, അതായത് ഇതിൽ വരുന്ന ചില കിനാലൂരിലെ ഈ ഒരു എയിംസ് വഴി, അതായത് തലമുതിർന്ന ചില CPM നേതാക്കളുടെ റിയൽ എസ്റ്റേറ്റ് സംരക്ഷിക്കപ്പെടാനാണ് അവിടെ എയിംസ് കൊണ്ടുവരണം. എയിംസ് കൊണ്ടുവന്നാൽ ഈ റിയൽ എസ്റ്റേറ്റ് മാഫിയ, അതായത് ചില CPM നേതാക്കന്മാരുടെ റിയൽ എസ്റ്റേറ്റ് മാഫിയ അത് വലിയ കോടികൾ എന്ന് പറയാൻ പറ്റത്തില്ല, കോടാനുകോടികളുടെ ഒരു മാറ്റം ആ ഭൂമി ഇടപാടിൽ നടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ ഭരണം മാറുന്നതിന് മുമ്പ്, ഇനിയിപ്പോൾ 6 മാസമേ ഉള്ളൂ, ക്രൂഷ്യൽ ടൈമാണ്, ഈ ഭരണം മാറുന്നതിന് മുമ്പ് അവിടെ എയിംസ് കൊണ്ടുവരും. അതിൻ്റെ കാല് പിടിക്കാനാണ് അമിത്ഷായുടെ അടുത്ത് സുരേഷ് ഗോപി എത്തുന്നതിന് മുമ്പ് അവിടെ പാഞ്ഞു പറിച്ച് പിണറായി വിജയൻ എത്തിയത്. കാരണം സ്വന്തം കുടുംബം സിന്ദാബാദ് CPM നേതാക്കൾക്ക്. അതായത് സ്വന്തം കുടുംബത്തെ ഇനി എന്ത് കേസ് വന്നാലും കോടികൾ ചെലവഴിച്ച് ഏറ്റവും വലിയ വക്കീലിനെ വെച്ച് നിയമയുദ്ധം ചെയ്താലും എൻ്റെ കുടുംബത്തിൻ്റെ തലമുറകൾ, അതായത് എനിക്കിനി ശേഷിയില്ല, തലമുറകൾ ജീവിക്കാനുള്ള മാക്സിമം എന്തൊക്കെ കേരളത്തിൽ നിന്ന് കട്ടുമുടിപ്പിച്ച് ഇടാം എന്നുള്ളത് തീരുമാനിക്കുന്ന ചില CPM നേതാക്കൾ, നമുക്കറിയത്തില്ല എന്ന് CPM നേതാക്കൾക്ക് വേണ്ടിയിട്ട് എയിംസ് പദ്ധതി അവിടെ കൊണ്ടുവരണം. ഇത് നമ്മൾ പറയുന്നതല്ല, ജനം പല സൂചനകളിലൂടെ, പല കമന്റുകളിലൂടെ, പല മെസ്സേജുകളിലൂടെ പുറത്ത് ചാടിക്കൊണ്ടിരിക്കുന്ന ഒരു വാർത്തയാണ്. അതെ, ഇപ്പോൾ ഏറ്റവും കൂടുതൽ അതാണ് ഒരു വലിയ ആരോപണം പുകഞ്ഞു പുറത്തേക്ക് വരുന്നത്. അതായത് ഇവരുടെ റിയൽ എസ്റ്റേറ്റ് മാഫിയ അതിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കിനാലൂരിൽ തൻ്റെ എയിംസ് കൊണ്ടുവന്നത് എന്നുള്ള ഒരു വലിയ ആരോപണം വരുന്നുണ്ട്. എന്തായാലും അതിൻ്റെ സത്യാവസ്ഥകൾ പുറത്തേക്ക് വരേണ്ടതാണ്. പിന്നെ ഇവർ ഭരിക്കുന്നതും ഇവരായതുകൊണ്ട് അത് പുറത്തേക്ക് വരാൻ ഒരു സാധ്യതയില്ല. അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പറയാനുള്ളൊരു കാര്യം. അതായത് ഈ CPM നേതാക്കളുടെ മക്കളിൽ പലർക്കും റിയൽ എസ്റ്റേറ്റ് ബന്ധമുള്ളവരാണ്. ഈ പറയുന്ന പോലെ തന്നെ പാർട്ടിയുടെ കൊടി പിടിക്കാനോ അല്ലെങ്കിൽ മുദ്രാവാക്യം വിളിക്കാനോ ഒന്നും അവരെ കിട്ടത്തില്ല. കോൺഗ്രസിൻ്റെ കാര്യം പറഞ്ഞതുപോലെ അവരെ അതിനൊന്നും കിട്ടത്തില്ല. പക്ഷേ അവരൊക്കെ വലിയ സമ്പത്തിൻ്റെ ഉടമകളാണ്. ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകനായിക്കോട്ടെ, ആഡംബര സൗധമൊക്കെയാണ് വിദേശ രാജ്യത്ത് ഇവർക്കുള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് അമ്മയുടെ പെൻഷൻ പഠിച്ച് അമ്മയുടെ പെൻഷൻ കാശ് വെച്ച് അമ്മയുടെ പെൻഷൻ കാശ് മകൾക്ക് ബിസിനസ് തുടങ്ങി. പിന്നെ എങ്ങനെയാണ് മകൻ വിദേശത്ത് പഠിച്ചത്? തായ്ക്കണ്ടിയിലെ തേങ്ങ പെറുക്കി വിറ്റിട്ടായിരിക്കും, എന്തെങ്കിലും ആയിരിക്കാം. പോയി പാവം പിടിച്ചാൽ പഠിച്ച് അവിടെ ഒരു ബിസിനസ് എന്തൊക്കെയോ ചെയ്താൽ, ബിസിനസ് അല്ല, ഏതോ ബാങ്കിൽ ജോലി ചെയ്യുന്ന സാധാരണക്കാരൻ ഒരു ചെറിയ സൗധം വാങ്ങിച്ചെന്ന് പറഞ്ഞുകൊണ്ട് എന്തിനാ? അതാണ്ട് ഇന്ന് മുരാരി ബാബു 2 കോടി രൂപയാണ് 2019
തന്നെ 19 അയ്യപ്പനെ വിറ്റ കാശ് കൊണ്ട് 2019 തേക്കിൻ സൗധമാണ്, തേക്കിൻ തടിയിൽ തീർത്ത സൗധം മുരാരി ബാബു പണിഞ്ഞിട്ടിരിക്കുന്നത്. ഈ സഖാക്കന്മാരുടെ ഇപ്പൊ ഈ ശബരിമല വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് സഖാക്കന്മാരുടെ പുറകെ പോയ എല്ലാവർക്കും റിയൽ എസ്റ്റേറ്റ് ബന്ധമാണ്. കാരണം എല്ലാവർക്കും ഭൂമി ഇടപാട്, ബിനാമി ഇടപാട്. മുരാരി ബാബുവിന്, പിന്നെ സുരേഷ് എന്ന് പറയുന്ന ഇപ്പൊ ഇനി 3ാമത്തെ കസ്റ്റഡിയിൽ എടുക്കാൻ പോകുന്ന ആൾക്ക്, പിന്നെ പോറ്റിക്ക്, ആർക്കാണ് ഭൂമി ഇടപാടില്ലാത്ത. അപ്പം റിയൽ എസ്റ്റേറ്റ് ബന്ധം, അതായത് മൊത്തത്തിൽ കേരളത്തെ ഇങ്ങനെ പറിച്ച് മാന്തി എടുത്തോണ്ട് ഇരിക്കുകയാണ്. ചുമ്മാ അല്ല ഇവിടെ ഒന്നും വിലയില്ലാത്തത് ഭൂമിക്കൊന്നും. കാരണം മുഴുവനായിട്ടും സഖാക്കന്മാരുടെ കൈകളിലായിക്കൊണ്ടിരിക്കുകയാണ് കേരളം. അതൊന്ന് ഓർത്ത് നോക്കണം. ഇവിടെ പട്ടയമില്ലാത്ത കുറെ മനുഷ്യര് ദുരിതം അനുഭവിക്കുന്ന കുറെ മനുഷ്യന്മാരുണ്ട് ഇവിടെ. അവർക്ക് പോലും ഒരു തുണ്ട് ഭൂമി കൊടുക്കാനില്ലാതെയാണ് റിയൽ എസ്റ്റേറ്റുകാരുടെ അണ്ണാക്കിനകത്തോട്ട് ഈ പറയുന്ന കേരളത്തിന്റെ ഭൂമി മുഴുവൻ കൊണ്ട് തള്ളിക്കൊടുക്കുന്നത്. നമ്മളത് കണ്ടതാണ്. ഫാരിസ് അബൂബക്കറിന്റെ ഒക്കെ കാര്യത്തിൽ കണ്ടതാണ്. ചതുപ്പ് നിലങ്ങൾ പോലും വെട്ടിച്ചും തട്ടിച്ചും ഫാരിസ് അബൂബക്കറിന്റെ കൈകളിലേക്ക്. തിരുവനന്തപുരത്ത് നമ്മുടെ തലസ്ഥാനത്ത് ആ ലുലുവിന്റെ ഇങ്ങോട്ടോ അങ്ങോട്ടോ ഒന്ന് നോക്കിയാൽ മതിയല്ലോ. ഇങ്ങോട്ട് ആ പണ്ട് തെറ്റിയാറെന്ന് പറയുന്ന ഒരു ആറുണ്ടായിരുന്നു, എന്തിയെന്ന് ചോദിച്ചാൽ അറിയില്ല. പല വലിയ വലിയ സാമ്രാജ്യങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുകയാണ്, ഫ്ലാറ്റ് സമുച്ചയങ്ങൾ കെട്ടിപ്പൊക്കിക്കൊണ്ട്. ഇത് എങ്ങനെ ആരനുമതി കൊടുക്കുന്നു? കോടിക്കണക്കിന് രൂപയുടെ ഭൂമി ഇടപാടുകളാണ് നടക്കുന്നത്. എങ്ങനെയാണ് ഈ ഇടപാടുകൾ നടക്കുന്നത്? ഈ തരിശ് നിലങ്ങൾ അല്ലെങ്കിൽ ഈ പറയുന്ന ചതുപ്പ് നിലങ്ങൾ എങ്ങനെയാണ് ഇത്രയും ബിൽഡിംഗ് കോംപ്ലക്സുകൾ വയ്ക്കുന്നത്? ഈ ഭൂമിയുടെ ഇത് ശാസ്ത്രീയമായിട്ട് വല്ലതും പരിശോധിച്ചിട്ടാണോ? ഈ ആക്കുളം അങ്ങോട്ടുള്ള മേഖലയിലെല്ലാം ഭൂമി എന്ന് പറയുന്നത് വളരെ ചതുപ്പ് നിലങ്ങളാണ്, ഭൂമിക്ക് അത്രയും വലിയ കട്ടിയില്ല. ഇതൊക്കെ പരിശോധിച്ചിട്ടാണോ ഇവിടെ വലിയ വലിയ ഇത് പണിത് ഫ്ലാറ്റ് സമുച്ചയങ്ങൾ പണിയുന്നത്? അപ്പോൾ ഇത് ഈ ഒരു സർക്കാർ വന്നതിന് ശേഷം ഭയങ്കര നഗരവൽക്കരണം മാത്രമാണ് ഉണ്ടായത്, അല്ലാതെ ഗ്രാമങ്ങളിലല്ല. ഇനി ഗ്രാമങ്ങളിൽ ഏതെങ്കിലും ഒരു അത്തപ്പാടി 2-3 സെന്റിൽ ഒരു കുഞ്ഞു വീട് വെക്കാൻ വേണ്ടിയിട്ട് വർഷാനുവർഷം കോടി വർഷങ്ങൾക്ക് മുമ്പെങ്ങാണം വല്ല നെൽവയൽ കൃഷി ഉണ്ടായിരുന്നത് ആ വലിയ ഏതെങ്കിലും പ്രമാണത്തിലുണ്ടോ? പിന്നെ അവിടെ പണിയാൻ പറ്റത്തില്ല. ഒരു 3 സെന്റ് ഉള്ളവന് ഒരു ചെറിയ കെട്ടിടം പോലും വെക്കാൻ പറ്റത്തില്ല. ലൈഫ് ലൈൻ പദ്ധതി വഴി 4.5 ലക്ഷം രൂപ കിട്ടുന്നത്. അത് പലർക്കും പിച്ചി മാന്തി കൊടുത്തു കഴിഞ്ഞാൽ 3 ലക്ഷം പോലും ഒരാൾക്ക് കിട്ടത്തില്ല. ഒരു 3 ലക്ഷം രൂപയ്ക്ക് എങ്ങനെ ഒരു വീടുണ്ടാക്കാനാണ്? അപ്പോൾ ഇത്തരത്തിൽ ഭൂമാഫിയകൾ ഇവിടെ കിടന്നങ്ങ് വിലസി അവർക്ക് വേണ്ടുന്ന എല്ലാം വാരി വിതറി ഇങ്ങനെ കൈക്കലാക്കി എന്ന് വെച്ചാൽ പ്രക്ഷോഭ ഇനി അവർ ഒരായുഷ്കാലം ഇനി അവർ ഭരിച്ചില്ലെങ്കിൽ അവർക്ക് കഴിയാനുള്ള മുതലുണ്ട്. അതാണ് ഇതിൽ നിന്ന് വരുന്നത്. അപ്പോൾ രണ്ടാമത് ഒരു പാർട്ടി ഓഫീസ് വേറൊരിടത്ത് പണിഞ്ഞേക്കുന്നത് എന്തൊരു വലിയ കെട്ടിടമാണ്. ഒരു AKG സെന്റർ പോരാഞ്ഞ് രണ്ടാമത്തെ ഒരു AKG സെന്റർ, അതിനകത്തോട്ട് കയറണ്ട. ഇതിലും വലിയൊരു മണിമാളിക ഇനി കിട്ടാനില്ല. പാർട്ടികളെ ഉദ്ധരിക്കാനാണ്, തൊഴിലാളികളെ. അല്ല, പിണറായി വിജയൻ സ്വന്തം കുടുംബത്തോടൊപ്പം സ്വന്തം പാർട്ടിക്കാരെ വെറുതെ വിട്ടിട്ടില്ല. കൂടെ ഉള്ളവർക്കൊക്കെ വേണ്ടുന്നേ പിണറായി വിജയൻ എന്ന് നാളെ ഓർക്കുമ്പോൾ AKG സെന്ററും പല കാര്യങ്ങളും ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് പലതും അദ്ദേഹം കെട്ടിപ്പൊക്കിയിട്ടാണ്. മനസ്സിലാരും ഓർക്കത്തില്ല, പക്ഷെ ഇങ്ങനെ സൗധങ്ങൾ കെട്ടിപ്പൊക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് വരുന്നത് ഇപ്പോൾ കിനാലൂരിലെ എയിംസ് എങ്ങനെയാണ് അനുവദിച്ചത്, ആര് വഴിയാണ്, ഇത് ഏത് വർഷത്തിലാണ്? ഇത് ആദ്യം 2014 കാലഘട്ടം മുതലേ കിനാലൂരിൽ വരണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇതിനിടയിൽ എങ്ങനെയാണ്? ആലപ്പുഴയിൽ വരുമെന്ന് സുരേഷ് ഗോപി വാശി പിടിക്കുന്നു, മറ്റു പലരും മറ്റ് സ്ഥലങ്ങളിൽ വരുമെന്ന്. അപ്പോൾ ഇതിനിടയിലൂടെ പിണറായി വിജയൻ എങ്ങനെയാണ് ഗോൾ അടിച്ചത് എന്നുള്ളതാണ് ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. എവിടെ പോയി ഗോൾ അടിച്ചു? അപ്പോൾ ഈ 10-ാം തീയതി പോയി അവിടെ പോയി അമിത്ഷായെ കണ്ടപ്പോൾ ഒരു ഗോൾ അടിച്ചിട്ടിട്ട് വന്ന് നമ്മൾ വിചാരിച്ചു തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തി എല്ലാവർക്കും കേസൊക്കെ ഒതുക്കാൻ. അതൊന്നുമല്ല, കേസൊക്കെ വേറെ വഴി ഒതുക്കുന്നുണ്ട്, ഇത് വേറെ വഴി നടക്കുന്നുണ്ട് എന്നുള്ളതാണ് വരുന്നത്. ഏതാണ്ട് ഇതൊക്കെ നമ്മുടെ സംശയങ്ങളാണ്. ഇപ്പം ഓരോ ഈ സന്ദേശങ്ങളും സൂചനകളും വാർത്തകളുമായിട്ടൊക്കെ ഇങ്ങനെ ഓരോന്ന് പുകഞ്ഞ് പുറത്ത് ചാടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ CPI ബിനോയ് വിശ്വത്തെ പോലും പാട്ടിലാക്കിയിട്ടുണ്ട്. ഇടയ്ക്ക് ഗവർണർ പിണറായി വിജയൻ ഒരു ബന്ധമുണ്ടായിരുന്നു. യൂണിവേഴ്സിറ്റിയിലെ ചാൻസലറുമായിട്ട് ബന്ധപ്പെട്ട് എന്തുവായിരുന്നു ഇവിടെ ബഹളം. ആ SFIയിൽ എത്ര എണ്ണത്തിന് അടി കിട്ടി? ഇപ്പോഴും അടി മാറാതെ പാട് മാറാതെ കിടക്കുന്ന പാവം പിടിച്ച SFI പ്രവർത്തനമുണ്ട്. എന്തായിരുന്നു ആ യൂണിവേഴ്സിറ്റിയിലെ ബഹളം? കുറച്ച് കഴിഞ്ഞ് പിണറായി വിജയൻ മറ്റേ വിദേശ യാത്രയൊക്കെ കഴിഞ്ഞ് അമേരിക്കയിൽ നിന്ന് വന്ന് നേരെ ഗവർണറെ ചെന്ന് കാണുന്നു, അത്താഴ വിരുന്ന് കഴിക്കുന്ന പിറ്റേന്ന് ശുഭം. ആർക്കും സമരം ചെയ്യണ്ട. ഇപ്പം എന്തായി? ഗവർണറും പിണറായും ചങ്കും കൂടെ നിന്നവരൊക്കെ എന്ത്? ഇതാണ് സംഭവിച്ചുകൊണ്ട്. അവിടെ എന്താണ് സംഭവിച്ചത്? ഗവർണറും പിണറായി വിജയനുമായിട്ടുള്ള അജണ്ട എന്തായിരുന്നു? അതുവരെ ഉണ്ടായിരുന്ന ചാൻസലർ പ്രശ്നങ്ങളും മറ്റുള്ള VC പ്രശ്നങ്ങളും ഒക്കെ എങ്ങോട്ട് പോയി? അതെല്ലാം മറിഞ്ഞു. അപ്പോൾ ഇതിപ്പോൾ എങ്ങോട്ട് മാറുന്നു? പല കേസുകളും മറിഞ്ഞു പോകുന്നു. ഇങ്ങനെ വലിയ ഭൂകമ്പം പോലെ വരുന്നു, എല്ലാം തണുത്തു പോകുന്നു. PM ശ്രീ വിഷയം എന്തായിരുന്നു? ശിവൻകുട്ടിയൊക്കെ എന്തായിരുന്നു പറഞ്ഞത്? എൻ്റെ തല ഉണ്ടെങ്കിൽ ഇത് കൊണ്ടുവരില്ലെന്ന് പറഞ്ഞ ആളാണ്. ഇപ്പം എന്തായി?
അതെന്താ ശുഭം. അതായത് ഇങ്ങനെ ഓരോ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഇപ്പം ഞങ്ങൾക്ക് നയങ്ങളൊന്നും ഇല്ലയെന്ന് ഗോവിന്ദൻ മാഷ് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ആശയങ്ങളും ഇല്ല നയങ്ങളും ഞങ്ങൾ അപ്പോഴെപ്പോഴും മാറ്റും. അത് ഇന്നാളെ പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ആശയങ്ങളും ഞങ്ങളുടെ ചില അതിന് ഗോവിന്ദൻ കഴിഞ്ഞിടെ തന്നെ പറഞ്ഞു കഴിഞ്ഞല്ലോ, ഇത് CPM ഒരു തൊഴിലാളി പ്രസ്ഥാനമാണെന്ന് ആര് പറഞ്ഞു എന്ന് പറഞ്ഞ ആളാണ്. CPI ആരാണ്? ഏതാണ് CPI ചോദിച്ച ആളാണ്. അപ്പൊ ഇവർക്ക് ഇത് നയങ്ങളൊക്കെ ഞങ്ങൾ മടക്കി പോക്കറ്റ് വെക്കും, കോർപ്പറേറ്റുകളുടെ കയ്യിൽ നിന്ന് കാശ് കിട്ടുമ്പോൾ അത് മേടിച്ച് നക്കാൻ ഞങ്ങൾ നയങ്ങൾ എടുത്ത് മാറ്റി വെക്കും എന്നുള്ളതാണ് ഗോവിന്ദന്റെ. അതായത് ഈ പാർട്ടിക്ക് ഇപ്പൊ പല തന്ത ഉണ്ട് എന്നുള്ളത് എന്തായാലും കേരളത്തിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞു. സാംസ്കാരിക നായകർ, അവരിലേക്ക് നമുക്കൊന്ന് വരേണ്ടതുണ്ട്. അതായത് ഈ ഇടയ്ക്ക് വടക്കോട്ട് മാത്രം നോക്കി കുറച്ചുകൊണ്ടിരുന്നവർ ഇന്നിപ്പോൾ തെക്കോട്ട് നോക്കി കുറച്ചിട്ടുണ്ട്, പിണറായി വിജയനെ നോക്കി. കാരണം PM ശ്രീയിലൂടെ പിണറായി വിജയൻ BJPക്ക് അടിയറവ് പറയുമെന്ന് ഇവരാരും കരുതിയില്ല. സാറാ ജോസഫൊക്കെ, അതായത് സാറാ ജോസഫ് ഉൾപ്പെടെയുള്ളവരെല്ലാവരും ഈ പറയുന്ന ഇടതുപക്ഷത്തിന് അനുകൂലമായിരുന്നവരാണ്. അതിശയമായിരിക്കുന്നു. അതെ, ഇന്ന് സാറാ ജോസഫ് സച്ചിദാനന്ദൻ പറഞ്ഞത് ഇനിയും കടിച്ചു തൂങ്ങി കിടക്കാതെ രാജിവെച്ച് പോകാനെന്നാണ് പിണറായി വിജയനോട്. അതുപോലെ തന്നെ സാറാ ജോസഫ് ഇന്നിപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത് PM ശ്രീയിലൂടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനുണ്ടാകുന്ന ആ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറഞ്ഞു വെച്ചിട്ട്, അതായത് അവിഹിതമാണ് നിങ്ങൾ നടത്തുന്നത് എന്ന് നിങ്ങളെ ഒരു തവണ നിങ്ങളെ അംഗീകരിച്ചിരുന്ന, നിങ്ങളെ പൊക്കി തലയിൽ വെച്ചിരുന്നവരെല്ലാം ഇന്ന് വലിച്ച് താഴെ ഇട്ടിട്ട് നിങ്ങളോട് പറയുകയാണ് നിങ്ങൾ അവിഹിതവും കൂട്ടുകച്ചവടവും വ്യഭിചാരവുമാണ് നടത്തുന്നത് എന്നവർക്ക് പറയാതിരിക്കാൻ നിവർത്തിയില്ല. കാരണം ഈ പ്രസ്ഥാനം അത്രത്തോളം നാറിപ്പുഴുത്ത് നാണം കെട്ട് പോയിരിക്കുകയാണ്. പിണറായി വിജയൻ ഇനിയും കമ്മ്യൂണിസ്റ്റ് ആണെന്ന് ഒരു പാർട്ടിക്കാരും എവിടെയും പറയരുത്. അല്ല, VSന്റെ കാലത്തോടു കൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവസാനിച്ചു എന്ന് പറയുന്നത് അടിവരയുടെയാണ്. തെരഞ്ഞെടുപ്പ് അടുക്കും തോറും ഈ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. PM ശ്രീ ഒന്നും കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം 6 മാസം കഴിഞ്ഞ് അവർക്ക് അവർ ഭരണത്തിൽ വരുവാണെങ്കിൽ കൊണ്ടുവന്നാൽ ഇനിയിപ്പോൾ ഇത് കോൺഗ്രസിന്റെ മണ്ടയിലോട്ട് അടിച്ചിടും. കോൺഗ്രസ് ആണ് കയറുന്നതെങ്കിൽ അവരുടെ മണ്ടയിൽ അടിച്ചിടും. അവർ ഇരുന്നപ്പോഴില്ലേ അത് കൂടുതൽ ഇതിൽ വന്നതെന്ന്. എന്നിട്ട് ഇന്ന് പറയുന്നത് ഇനി അത് മാറ്റാൻ സാധ്യതയുണ്ട്. എങ്ങനെ മാറ്റാനാ? ധാരണാപത്രത്തിൽ ഒപ്പിട്ടത് എങ്ങനെ മാറ്റാനാ? ഞാൻ പ്രശോഭയ്ക്ക് ഒരു വീട് തരുന്നു, രജിസ്ട്രേഷൻ എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ പറയാം ഞാൻ ഇനി ഇവിടുന്ന് പോകില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയിരിക്കും? അതുപോലെയാണ് ഇനി PM ശ്രീയുടെ ഇത് CPI പറഞ്ഞതുകൊണ്ട് ഇനി മാറ്റാമെന്ന് ഒരു ധാരണയില്ല. ബിനോയ് വിശ്വത്തെ പിടിച്ച് ചാക്കിലാക്കി കൂട്ടിലാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ അത് കൂടെയുള്ള അണികൾ ഇനി തിങ്കളാഴ്ച എന്ത് പ്രശ്നമാണ് CPIയിൽ ഉണ്ടാവുന്നതാണ്. അവിടെ മറ്റുള്ള നേതാക്കന്മാർക്കും മറ്റുള്ള അണികൾക്കും ഇതേ അഭിപ്രായമാണ് എന്നുണ്ടെങ്കിൽ, CPMന്റെ അതേ അഭിപ്രായം, ബിനോയ് വിശ്വത്തിൻ്റെ അതേ അഭിപ്രായമാണ് CPIയിൽ ഉണ്ട് എന്നുള്ളത് ഏകദേശം ജനം ഒരു അടിവരയിടും. CPI എന്താണ്, CPM എന്താണെന്നുള്ളത്. ഇതുവരെ പാവങ്ങൾക്ക് വേണ്ടി കൊടിപിടിച്ചു, തൊഴിലാളികൾക്ക് വേണ്ടി കൊടിപിടിച്ചു, നിർധനർക്ക് വേണ്ടി കൊടിപിടിച്ചു, സ്ത്രീകൾക്ക് വേണ്ടി കൊടിപിടിച്ചു. ഇതൊന്നും നമ്മുടെ കൊച്ചു കേരളത്തിൽ കാണുന്നില്ല കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തെ പറ്റി. പക്ഷേ ദേശീയ നേതൃത്വം MA ബേബിയുടെ നിലപാട് ഇതുവരെ മാറ്റിയിട്ടില്ല. കാരണം മാറ്റാൻ പറ്റില്ല. PM ശ്രീ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട് ദേശീയ തലത്തിൽ CPI പാർട്ടി എടുത്തിരിക്കുന്ന ഒരു നിലപാടുണ്ട്. അതിൽ നിന്ന് MA ബേബി മാറി അവിടുന്ന് തൂത്തേറിയും. സ്റ്റാലിനാണ് ഉള്ളത് മറുപക്ഷത്ത്. സ്റ്റാലിൻ എന്താണ് ചെയ്തത്? സ്റ്റാലിൻ ഹൈക്കോടതിയിൽ പോയി. അതാണ് സുപ്രീം കോടതി പോയി. എന്താണ് വന്ന 538 കോടി രൂപ ഇപ്പം അനുവദിച്ചു. അതായത് നിയമപരമായി ഇതിനെ നേരിടാൻ ഈ സർക്കാരിനൊരു വഴിയുണ്ട്. പക്ഷെ അതൊന്നും നോക്കാതെ സമയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തിടുക്കപ്പെട്ട് ഈ പദ്ധതിയിൽ കയറി ഒപ്പുവെക്കുകയായിരുന്നു. അല്ല, സമയം 3 വർഷം കഴിഞ്ഞല്ല. എനിക്ക് പറയാനുള്ളത് ഈ സ്റ്റാലിനും പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയും കാണിച്ച നട്ടല്ലെങ്കിലും പിണറായി വിജയൻ കാണിക്കണമായിരുന്നു. ഓട്ടച്ചങ്കാണുള്ളതെന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞു. ഓട്ടച്ചങ്കാണ്. അതും മോദിയെ കാണുമ്പോൾ പുക വരുന്ന ഓട്ടച്ചങ്ക. എന്തായാലും കവാത്ത് മറന്നിരിക്കുകയാണ്. ഞങ്ങൾക്ക് CPM ഞങ്ങൾക്ക് നിലപാടൊന്നുമില്ല. എന്തായാലും കിനാലൂരിലെ എയിംസ് ആശുപത്രി വരുമെന്നുള്ളത് ഇതാണ്. ഇനി പാവം പിടിച്ച സുരേഷ് ഗോപിയുടെ അവസ്ഥയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. ഇനി ഈ ഒരു അത് കലിങ്ക് മറ്റേ ഇതുമായിട്ട് പോകുന്നുണ്ടല്ലോ, അത് നിർത്തി ഇനിയിപ്പോ അടുത്തത് മറ്റെന്തോ തുടങ്ങുന്നുണ്ട്. വേറെ എന്തോ ഒരു പുള്ളി എവിടെ എന്ത് തുടങ്ങിയാലും കോമഡി ആകാറേ ഉള്ളൂ. പക്ഷെ കോമഡി ആണെങ്കിലും പുള്ളിക്കൊരു ഒരു ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ആ പാർട്ടിയേക്കാളും അപ്പുറം പുള്ളി ചില കാര്യങ്ങൾ, നന്മയുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പം സ്വന്തം മകളുടെ ഒരു ചാരിറ്റി ട്രസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് 25 ലക്ഷം രൂപ നിർധനർക്ക് വീട് വെച്ച് കൊടുക്കാം, ബാക്കിയുള്ളത് കേന്ദ്രത്തിൽ നിന്ന് വാങ്ങിയത്. ഇങ്ങനെയുള്ള നന്മ കാര്യങ്ങൾ ഇതിനിടയ്ക്കൂടെ സ്വത്ത് സമ്പാദനം ഒന്നുമില്ല, അതൊന്നുമില്ല. ശരി, സമ്മതിക്കുന്നു. പക്ഷേ കോമഡി ആയിട്ട് മാറുന്നു ചില കാര്യങ്ങൾ. സിനിമ നടനായിട്ട് ഇരുന്നപ്പോൾ പോലും അദ്ദേഹം ഇതുപോലെയുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്കൊരു മതിപ്പുണ്ടായിരുന്നു ആ മനുഷ്യനോട്. പക്ഷേ ഇന്നിപ്പോൾ അത് മാറി. കാരണം ഒരു രാഷ്ട്രീയക്കാരനാകാനുള്ള ഒരു വിൽ പവറും ഇല്ലാത്ത ഒരാളാണ്. വെറുതെ കയറി ഇല്ലേ ഈ പറയുന്ന പോലെ തന്നെ പണ്ടത്തെ കമ്മീഷൻ
ബാലകൃഷ്ണ അതുപോലെയുള്ള സിനിമകളിലെ റോളുമായിട്ട് മാത്രം പുള്ളി ഇപ്പോഴും ജീവിക്കുകയാണ്. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അതായത് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആരും എൻ്റെ ദേഹത്ത് തട്ടരുത്, മുട്ടരുത്, മൈക്കിൽ സ്പ്രേ അടിക്കുക, അങ്ങനെ ഒരു ജനകീയ നേതാവിന് ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിലേക്ക് ഒരു ജനകീയ നേതാവ് എന്ന് പറയുമ്പോൾ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ് എന്നുള്ളതാണ്. ഇദ്ദേഹത്തിന്റെ സുരേഷ് ഗോപിയുടെ കാര്യമല്ല നമ്മുടെ ചർച്ച, എങ്കിലും പെട്ടെന്നൊന്ന് പറഞ്ഞോട്ടെ. സുരേഷ് ഗോപിയെ പറ്റി പല സംവിധായകരും പറഞ്ഞിട്ട്, പഴയകാല സംവിധായകർ, അദ്ദേഹം ശരിക്കും നടനല്ല, അത് നാച്ചുറൽ ആക്ടിങ് ആണ്. അതായത് വീട്ടിലെങ്ങനെയാണ് അതുപോലെ തന്നെയാണ് ആക്ടിങ്. നമുക്കാണ് അദ്ദേഹം ഒരു ആക്ടറായിട്ട് തോന്നുന്നത്, പക്ഷെ അദ്ദേഹത്തിന്റെ വീട്ടുകാർക്ക് ഇതൊരു ആക്ടിങ് ആയിട്ട് തോന്നില്ല. വീട്ടിൽ ഇത് തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ അതൊരു ആക്ടിങ് അല്ല. ഈ നാച്ചുറൽ ആക്ടർ ആയിട്ടുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ നാച്ചുറൽ സ്വഭാവം തന്നെയാണ് കാണിക്കുന്നത്. ശരിക്കും ഒരു രാഷ്ട്രീയക്കാരന് വേണ്ടുന്ന ഈ പറയുന്ന OCDയോ ഈ പറയുന്ന സംഗതികളോ ഒന്നും ഒരു തനി രാഷ്ട്രീയക്കാരന് പറ്റത്തില്ല. അതെല്ലാം തൂത്തുവാരി എറിഞ്ഞെങ്കിലേ പറ്റൂ. എന്നാലും OCD ഒക്കെ ഉള്ള ഒരു വ്യക്തി എങ്ങനെ മാറാൻ പറ്റും? അത് അദ്ദേഹത്തിന്റെ ചിന്താഗതി മാറ്റാൻ പ്രയാസമായിരിക്കും. അല്ലാതെ അദ്ദേഹം മനഃപൂർവ്വം ചെയ്യുന്നതൊന്നും അല്ല. അദ്ദേഹം വലിയ മാടമ്പിത്തരം കാണിക്കുന്നതല്ല. അദ്ദേഹത്തിന്റെ സ്വഭാവം. പക്ഷെ അത് ഈ നമുക്ക് അത് ഒരു രാഷ്ട്രീയക്കാരന് പറ്റുന്ന രീതികളല്ല. ഒരു ശാരീരിക പ്രകൃതി അല്ലെങ്കിൽ സംസാര രീതി ഒന്നും നമുക്കറിയാം. നമ്മളിപ്പോഴും ഒരു ജനകീയ നേതാവ് ഇതുപോലെ കട്ടുമുടിച്ച് വെട്ടി പിടിക്കുന്നില്ലല്ലോ. അല്ല, അങ്ങനെയില്ല. അതല്ല, ഞാൻ ഈ പറയുന്ന പോലെ തന്നെ നടനായിട്ടിരുന്നപ്പോഴും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള ആളാണല്ലോ. അതുപോലൊക്കെ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പം എയിംസ് കൊണ്ടുവന്നിരിക്കും എന്ന് പറഞ്ഞ സുരേഷ് ഗോപിയുടെ അവസ്ഥയെ പറ്റിയാണ് ഞാൻ ഒന്ന് ആലോചിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നെ ഇതിൽ നിന്നൊന്ന് മാറ്റിത്തരൂ, കേന്ദ്രമന്ത്രി സ്ഥാനം എനിക്ക് വേണ്ട, എനിക്ക് പോയി അഭിനയിക്കണം. അദ്ദേഹത്തിന്റെ പാഷൻ അതാ. ഇന്നാളും പറയുന്നത് കേട്ടോ, ആരോടായിരുന്നു, ആർക്കോ ഈ ഒരു സ്ഥാനം കൊടുക്കൂ, എന്നെ വെറുതെ വിടൂ എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു പക്ഷേ അദ്ദേഹം ഈ ഒരു സ്ഥാനത്ത് നിന്ന് മാറിയെന്നിരിക്കെ എയിംസ് ആലപ്പുഴയെ വന്നില്ലെങ്കിൽ എന്തായാലും വീറോടെ വാശിയോടെ BJPയും CPM ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. പക്ഷേ പിണറായി ഇതിനിടയ്ക്കിട്ട് കരിക്കൾ നീക്കിയിട്ടുണ്ട്. അത് ഈ പറയുന്നിടത്ത് തന്നെ എയിംസ് വരും. അതിനുള്ള മാർഗങ്ങൾ ഒരു പക്ഷേ കുമിഞ്ഞു കൂടുന്നുണ്ട്. അത് വന്നേ പറ്റൂ. അത് വന്നില്ലെങ്കിൽ പല ആൾക്കാരുടെയും സ്വത്തുക്കളൊക്കെ നഷ്ടമായി പിച്ചച്ചട്ടി എടുക്കുന്ന അവസ്ഥയുണ്ട്. അതുകൊണ്ട് എയിംസ് കോഴിക്കോട് തന്നെ എത്തേണ്ടിയിരിക്കുന്നു. കൂടുതൽ ചർച്ചകളുമായി കാണാം. നമസ്കാരം.